മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് 30 വർഷത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ 65.1 പോളിംഗ് ശതമാനം. അതിനിടെ നാഗ്പൂരിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വാഹനം ആക്രമിച്ചു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് അതിനൊത്ത പ്രചാരണ കാലമാണ് കടന്നുപോയത്. എന്നിട്ടും ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന കണക്ക് പ്രകാരം പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ താഴെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോടെ ചിത്രം മാറി. എക്സിറ്റ് പോളുകൾ വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷത്ത് നിന്ന് നൽകുന്നതെങ്കിലും ഉയർന്ന പോളിംഗ് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ വിദർഭയിലടക്കം പോളിംഗ് സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫലം വന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന ഏത് സാഹചര്യവും നേരിടാൻ മുന്നണികൾ കണക്കുകൂട്ടൽ തുടരുകയാണ്. ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ അനുഭവം മഹാരാഷ്ട്രയിൽ അനുകൂല സാഹചര്യമായി കണക്കുകൂട്ടുന്നുണ്ട് കോൺഗ്രസ്. സ്ത്രീകൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വലിയ ഗുണം ചെയ്തെന്ന് BJP സഖ്യവും കരുതുന്നു. എക്സിറ്റ് പോളുകളിൽ തിരിച്ചടിയാണ് പറയുന്നതെങ്കിലും ഒരു തൂക്കുസഭ വന്നാൽ കിങ് മേക്കറാകാനുള്ള ഒരുക്കത്തിലാണ് അജിത് പവാർ. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പല അക്രമ സംഭവങ്ങളുടെയും വിവരങ്ങളും ഇന്ന് പുറത്തുവന്നു. EVM മെഷീൻ അനധികൃതമായി കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന EVM വോട്ടെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഒന്ന് തകരാറിലായാൽ പകരം ഉപയോഗിക്കാനുള്ളതാണെന്നും പോലീസ് പറഞ്ഞു. ബീഡിൽ ചില ബൂത്തുകൾക്ക് നേരെയും ഇന്നലെ ആക്രമണമുണ്ടായി. 24 മുംബൈ.